ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുഴൂര് മേരി ഇമ്മാക്കുലേറ്റ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-ലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നതിനെ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ കൃപാസനത്തെക്കുറിച്ചിട്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുന്നത് ഇന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി മുന്നേ എടുത്തിരുന്നു. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ചൊരു ജോലി ലഭിച്ചൊരു സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2022 മെയ്യിലാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ UK-ൽ പോകുന്നത്. അവിടെ ചെന്ന് MSc ബയോമെഡിക്കൽ സയൻസാണ് ഞാൻ പഠിച്ചത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ 2 വർഷത്തെ PSW എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് വേണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ടായിരുന്നു. HCPC എന്ന് പറഞ്ഞിട്ടുള്ളൊരു രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ എടുത്ത് എനിക്ക് ആ സമയത്ത് ഒരു റിസർച്ച് ലാബിൽ ജോലി കിട്ടിയിരുന്നു. പക്ഷെ അതൊരു ടെമ്പററി ജോബായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും വെച്ച് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. NHS-ലാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് ജോലി. എനിക്കൊരു 8-9 ഇൻ്റർവ്യൂസൊക്കെ വന്നു. പക്ഷേ എനിക്കൊന്നിലും സെലക്ഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിലൊരു സാക്ഷ്യം കേൾക്കാനിടയായി. യൂട്യൂബിലെ സാക്ഷ്യം ഒരു UK-ൽ തന്നെയുള്ളൊരു ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രാർത്ഥന കൂടുതൽ, അതായത് ജപമാല ഒക്കെ ആ സമയത്ത് കുറവായിരുന്നു ചെല്ലുന്നത്. അതൊക്കെ കൂടുതൽ ചെല്ലാൻ തുടങ്ങി. സാക്ഷ്യം കേട്ടുകൊണ്ട് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്കൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ പോസ്റ്റ് കണ്ടു. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കതിന് ഇൻ്റർവ്യൂ കിട്ടി. എനിക്കൊരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇൻ്റർവ്യൂവിന് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ഫുള്ള് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. സാധാരണ പോകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് റിവൈൻഡ് ചെയ്യുക ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, എന്നോട് എൻ്റെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, വേറെ ഒന്നും ചോദിക്കരുത്. അവിടെ ചെന്നു അത്ഭുതം എന്നോട് ഞാൻ എന്ത് ചോദിക്കാൻ പറഞ്ഞു അത് മാത്രം ചോദിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. അവിടെ ഞാൻ ജോലിക്ക് കയറി. സ്പോൺസർഷിപ്പ് അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു 3 മാസം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് മാതാവ് വഴി ജോലി കിട്ടി. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം. ഹസ്ബൻഡിന് വിശ്വാസമൊക്കെ കുറവായിരുന്നു, എന്നാലും എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അതുപോലെ തന്നെ തിരിച്ചു പോയി. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന് ചൂട് ഒട്ടും പറ്റണില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. ഞാൻ അവിടെ ചെന്നു. ഞാൻ ലീവ് ചെന്ന് കഴിഞ്ഞപ്പോൾ മാനേജറുടെ അടുത്ത് എൻ്റെ വിസയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് മാനേജർ പറഞ്ഞു, HR പറഞ്ഞത് ആ സമയത്ത് UK-ൽ വിസ റൂൾസ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. സാലറി ത്രഷോൾഡൊക്കെ ഒത്തിരി കൂട്ടിയേക്കുമായിരുന്നു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സ്പോൺസർഷിപ്പ് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്നതിനും ഒരു 10,000 pounds എക്സ്ട്രാ അവർ പേ ചെയ്യണം. അതിനവർ വില്ലിങ് അല്ല. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വിസ ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞ് എനിക്ക് പോവാം അങ്ങനെ പറഞ്ഞു. ഞാനപ്പോൾ കംപ്ലീറ്റ് തകർന്നു പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എനിക്കിനി 5 മാസം കൂടിയാണ് എനിക്കിനി ഉള്ളൂ. അതിനുള്ളിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എനിക്ക് മാതാവ് തന്ന ആ അനുഗ്രഹത്തിനെ കൂടുതൽ പേരിലേക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ജീവിതം ആത്മീയമായിട്ട് കൂടുതൽ നന്നാക്കുന്നതിന് പകരം ഞാൻ ചെയ്തെന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചു. കൂടുതൽ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് എൻ്റെ ഒരു മെറിറ്റിൽ എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, വേണ്ടാത്ത പണി വാങ്ങിച്ചു വയ്ക്കരുത്. പക്ഷേ ഞാൻ എന്നിട്ട് എനിക്ക് ആ സമയത്ത് വചനങ്ങളിൽ കിട്ടുന്നത് മൊത്തം കൃപാസനത്തെക്കുറിച്ചിട്ടും ഉടമ്പടിയെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ എടുക്കാൻ നോക്കി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് എന്തോ ഓൺലൈൻ ഇഷ്യൂ കാരണം കൊണ്ട് പറ്റിയില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായി. പ്രാർത്ഥനാ ജീവിതം ഒന്ന് ട്രാക്കിലായതാണ്, പിന്നെയും താളം തെറ്റി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഞാൻ എന്നിട്ട് കുമ്പസാരിച്ച് ഞായറാഴ്ച ഒരു ദിവസം ഏപ്രിൽ 4-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരുങ്ങി വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടുമല്ലോ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ശ്വാസം വന്ന്, അതായത് എനിക്കൊരു ഭയങ്കര ഒരു റിലീഫായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികളായിട്ട് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അഗതി മന്ദിരത്തിലും വൃദ്ധസദനത്തിലൊക്കെ പൈസ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ച് തീർക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചു. അതായത് പലവിധ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു, സന്ധ്യപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന എല്ലാം ചെയ്തു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ കണ്ട് സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് എന്തായാലും ഒരു സ്ട്രോങ് എവിഡൻസ് വേണം, ഞാൻ മാധവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലൊരു അഡ്വർടൈസ്മെൻറ്റ്, എൻ്റെ പ്രൊഫഷൻ തന്നെ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ പക്ഷേ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും നിരാശയായി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ വിത്തിൻ 2 ഡേയ്സ് ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ബയോ കെമിസ്ട്രിക്ക് ഒരു വേക്കൻസി ഓപ്പണായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് മാതാവ് എന്നോട് പറഞ്ഞു, ഇത് നിനക്കുള്ള ജോലിയാണ്. ഞാൻ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, കാരണം എനിക്കൊരു തെളിവ് വേണമല്ലോ, ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പോവാണ്, എനിക്ക് ജോലിക്ക് എന്തായാലും ഇൻ്റർവ്യൂ കോൾ വരും, നോക്കി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അതൊരു ഐലൻഡായിരുന്നു, UK തന്നെയുള്ള ഒരു ഐലൻഡായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റാഫിന് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു സിക്ക് അടിക്കാം, സിക്ക് എടുത്തിട്ട് നോണ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല, ഞാൻ ഉടമ്പടിയിലാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് തരാനിരിക്കുന്ന അനുഗ്രഹം കൂടി എനിക്ക് തരില്ല. അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് പോയി സംസാരിച്ചു. മാനേജർ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ നീ റിലീവ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓൺലൈനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കൃപാസനത്തിലെ പത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ പത്രം എൻ്റെ സൈഡിൽ നിവർത്തി വെച്ച് മാതാവിനെ പിടിച്ച് ഇരുന്നത്, ഉപ്പെടുത്ത് അവിടെ വിതറി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മളിപ്പോൾ എന്താ ഈ ഒരു പർട്ടിക്കുലർ ജോബ് എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ, ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ, സ്ഥലം എടുക്കാൻ റീസൺ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണിത്, ഒരു മരിയൻ ഭക്തിയാണ് ഞാൻ, അപ്പോൾ എനിക്കിവിടെ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കുന്നു, ഞാനത് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ട്യൂസ്ഡേ എനിക്ക് അവർ ഔട്ട്കം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെപ്പോഴും അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണക്കമാസം മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് 30-ാം തീയതിക്ക് മുൻപ് തന്നെ എനിക്കൊരു ഡിസിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയ് 24-ാം തീയതിയാണ് അവരെന്നെ ഫോൺ ചെയ്യുന്നത്. എന്നെ ഔട്ട്കം പറയുമെന്ന് പറഞ്ഞ ആ ദിവസം മൊത്തം ഞാൻ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങണേക്ക് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എവിടെ വെച്ചാണോ എന്നെ അവർ വിളിച്ച് പറയണേ അവിടെ നിന്ന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടുകുത്തിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ വിളിച്ചു. എനിക്ക് ആ ഒരു ജോലിക്ക് സെലക്ഷൻ കിട്ടി. എനിക്ക് അവർ സ്പോൺസർഷിപ്പ് തന്നു. ഇപ്പം ഞാൻ അവിടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാനൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റായിട്ട് ഞാൻ വിചാരിച്ച ഒരു സെക്ഷനിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുവാണ്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിനെ കുറിച്ചിട്ടാണ്. എൻ്റെ മോളുടെ പേര് കാതറിൻ. അവൾ നാട്ടിലാണ്, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര വാശിയും പിന്നെന്താ പറയുക, ഞങ്ങൾ കൂടെ ഇല്ലാത്ത കാരണം കൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ ഒത്തിരി മടിയായിരുന്നു. സ്കൂളിൽ പോയാൽ തന്നെയും
ക്ലാസ്സിൽ പറയുന്നത്, ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരോട് പറയുന്നത് ഇവൾ കേൾക്കില്ല. ടീച്ചറൊക്കെ പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും ഇവൾ എൽ കെ ജി ആയിരുന്നു, തന്നെ ഇരുത്തിയാൽ മതി, കാരണം അക്ഷരങ്ങളൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഒരുപാട് ദിവസം സിക്കായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അത് കാരണം കൊണ്ട് അവൾക്കൊന്നും അറിയത്തില്ല. ബാക്കിയുള്ള പിള്ളേരെ പോലെ അല്ല അവൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വർഷം ഞങ്ങൾ സ്കൂൾ അവളുടെ മാറ്റി. ഞാൻ ഉടമ്പടിയിൽ വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ അവൾക്കും അവളുടെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം ഇപ്പോൾ അവൾക്ക് സ്കൂളില്ലാത്ത ദിവസം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക്, അതുപോലെ തന്നെ ഒരു സ്കോളർഷിപ്പ്, ടാലൻറ്റ് ഒരു സ്കോളർഷിപ്പിൽ ഡിസ്ട്രിക്ട് ലെവലിൽ A+ ഗ്രേഡ് കിട്ടി. പിന്നെ കളർ കോമ്പറ്റീഷൻ ദീപികയുടെ സ്കൂൾ വിന്നറായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മമാതാവും ഈശോയും കൂടി ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ 1000 നന്ദി പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷിയോടെ സമർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനം എനിക്ക് എല്ലാ ട്യൂസ്ഡേയും തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും സമയമെടുത്ത് കണ്ടിട്ട് അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൺലൈനിൽ ഞാൻ ഒരു ഒക്ടോബറിൽ മാത്രമാണ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ അവിടുത്തെ കൊളീഗ്സിനോട് അയച്ചു കൊടുത്ത് അവരോട് ഞാൻ ഇവിടുത്തെ കൃപാസനത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 29-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവമായ കർത്താവിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് നാം ഉടമ്പടിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നിവൃത്തിയാകുന്ന ഒരു പുണ്യ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ജിനി പോൾ എന്ന ഈ സഹോദരി മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആവാൻ കടന്നു പോകേണ്ടി വന്ന പല കടമ്പകളെയും അവിടെ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് മകളെ സഹായിച്ച ഈശോയിൽ നിന്ന് വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ഈ മകൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തോന്നിയിട്ടും ചെയ്യാതെ തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ പരിശുദ്ധ അമ്മ തന്നെ ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ ഈ മകൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ഉണ്ടാവുകയും ഓഫ്ലൈനിൽ നാം തീർത്ഥാടക ഉടമ്പടി എടുത്ത് എങ്ങനെയാണോ ഇവിടെ പ്രാർത്ഥിക്കുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതും പ്രാർത്ഥനകൾ ചെയ്യുന്നതെല്ലാം തന്നെ ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനമായും കാരുണ്യ പ്രവൃത്തികളായും കൃത്യമായി അത് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് ആ മകൾക്കുണ്ടായി. അത് കൃത്യമായി ചെയ്യുകയായിരുന്നു. പരിശുദ്ധ അമ്മ കൂടെ നടന്ന് സഞ്ചരിച്ച സഞ്ചാരി മാതാവിൻ്റെ ഒരു സാക്ഷ്യമാണിത്. മകൾക്ക് സമയച്ചുരുക്കത്തിലാണ് ആ ഒരു വലിയ ജീവിതഭാരം. എത്ര തന്നെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും എത്ര തന്നെ കാലിബറുള്ള ആളുകളായാലും ഒരു പരീക്ഷണഘട്ടം തന്നെയാണ്. അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ടണലിലൂടെ കടന്നു പോകുന്ന എക്സ്പീരിയൻസ് എപ്പോഴും ഉണ്ടാകും. അതാണ് പരീക്ഷ. അതുകൊണ്ട് ഈ മകൾക്ക് അങ്ങനെയുള്ളൊരവസരത്തിൽ ഇൻ്റർവ്യൂസും പരീക്ഷകളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടുത്തെ കൃപാസനം പത്രവും നേർച്ച വസ്തുക്കളായ ഉപ്പും എല്ലാം കൈപിടിച്ചു പോയപ്പോഴുണ്ടായിരുന്ന ഒരു അപാര ധൈര്യം ഈ മകൾക്കുണ്ടായി. ഞാൻ ഉടമ്പടി ചെയ്തത് അങ്ങയെ സ്നേഹിക്കാനാണ്, അങ്ങയെ സാക്ഷ്യപ്പെടുത്താനാണ്, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താനാണെന്നെല്ലാം നാം ഒരു വാക്ക് ഈശോയ്ക്ക് കൊടുത്താലാണ് നമ്മുടെ ഈശോ നമ്മിൽ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാനായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. നമുക്കറിയാം, ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ എന്നൊക്കെ ഈശോ ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരമാണ്. അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധാമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവരൊക്കെയാണ് ഈശോയുടെ വചനം അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ഈശോയുടെ അമ്മയും സഹോദരനും എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസിയാകാൻ ഒരു സാധാരണ സൺഡേ കാറ്റഗിസം മാത്രം മതി, പക്ഷേ ഒരു സാക്ഷിയാകാൻ നമുക്ക് സുവിശേഷം അറിയണം എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെപ്പോഴും സുവിശേഷത്തിന് സാക്ഷികളായിരിക്കാം.